ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ ഫസ്റ്റ് ജോബിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നിങ്ങളോട് ഞാൻ കുറച്ച് സ്റ്റോറി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി മുതൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഓൺ സ്റ്റോറികളാണ്. അപ്പം അതിൽ ഇന്ന് ഫസ്റ്റ് ജോബാണ്. സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവും. അതിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാം. അതുപോലെ ചളിപ്പ് വളിപ്പ് പൊട്ടത്തരങ്ങൾ മണ്ടത്തരങ്ങൾ നമുക്കിട്ട് ആരെങ്കിലും പണിതത് നമ്മൾ ആർക്കെങ്കിലും കൊടുത്തത് അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഉണ്ടാവില്ലേ. ചിലത് നമുക്ക് വളരെ നാണക്കേട് എന്ന് തോന്നിയത് വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചിരിച്ചു പോകും. ഇത്രയേ ഉള്ളൂ എന്നൊക്കെ. ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ പിന്നെ ആ സ്പോട്ടിൽ അത് കഴിഞ്ഞ് ഇങ്ങനെ പൊടി തട്ടുന്ന പോലെ ആയിരിക്കും. പക്ഷെ നമുക്ക് എന്താ പറയുക, ഈ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് അറിഞ്ഞാൽ മറ്റുള്ളവരറിഞ്ഞാൽ എന്ന് തോന്നിയ ഒരുപാട് സംഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവില്ലേ? ഉണ്ടോ? എനിക്കറിയില്ല, എനിക്കൊക്കെ കുറേ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഫസ്റ്റ് ജോബാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി ഈ കോയമ്പത്തൂരിൽ 3 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടേക്കാണ് ഞാൻ വരുന്നത് കേട്ടോ. അപ്പൊ ഞാനിവിടെ പഠിച്ച സ്കൂളും കോളേജും കണ്ടമാനം സ്ട്രൈക്കുള്ള സ്കൂളും കോളേജൊക്കെ ഉണ്ട്. രാഷ്ട്രീയപരമായിട്ട് എല്ലാം ഉണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെയും സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ആ സ്ട്രൈക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വരും. അത്രേ ഉള്ളൂ. അത്രയും ഇപ്പോഴത്തെ പോലത്തെ ഉള്ള ആളല്ല ആ സമയത്ത്. എന്നാൽ പാവമാണോ ചോദിച്ചാൽ പാവമൊന്നും അല്ല, അതിനുള്ള കൂട്ടുകെട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊന്നും പോകാത്തൊരു ടൈപ്പ്. അപ്പം നമ്മൾ ഇവിടെ പഠിച്ച് ഇവിടെ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് വെളിയിൽ പോയാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കും പേടിയുണ്ടെങ്കിൽ തന്നെയും കുറേ ഇടപഴക്കങ്ങൾ മറ്റുള്ളവരുമായിട്ടൊക്കെ ആകുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചൊക്കെ സാമർത്ഥ്യം വയ്ക്കുക അല്ലേ? അങ്ങനെയാണെന്നാണ് എൻ്റെ അനുഭവം. അപ്പോൾ ഞാനത് കഴിഞ്ഞു വെളിയിൽ പോയപ്പോൾ എനിക്ക് നല്ല കൂട്ടുകെട്ടൊക്കെ കിട്ടി കേട്ടോ. ഇപ്പോഴൊന്നും ആരുടെടുത്തും ഇല്ല, പക്ഷെ അതൊക്കെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ആ സമയത്തൊക്കെ. അങ്ങനെ ഞാൻ ആ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു ജോലിക്ക് കയറിയെടുത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഫ്രഷ് ആണല്ലോ, ഒന്നും അറിയില്ല. ഇപ്പോഴാണെങ്കിൽ ടച്ച് ഫോണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അന്ന് അതുമില്ല. അന്ന് വീട്ടിൽ ലാൻഡ് ഫോൺ പോലും ഇല്ലാത്ത സമയം. അങ്ങനെ ജോലി കയറി. ആകെ ഈ കമ്പ്യൂട്ടർ പഠിച്ചതൊക്കെ ഉണ്ട്. പഠിച്ചത് വെച്ച് നമുക്കൊരു വർക്ക് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, അതിനൊരു എക്സ്പീരിയൻസ് ഒക്കെ വേണ്ട. അപ്പം നമ്മൾ ഫ്രഷ് ആണെന്നറിയാം. അതുകൊണ്ട് നമ്മൾ കയറി ഓഫീസിൽ ഫ്രഷ് ആണെങ്കിൽ തന്നെയും എൻ്റെ സീനിയർ ഒരു ഓഫീസറുണ്ട്. പുള്ളി കന്നഡിയനാണ്. ഭയങ്കര ഒരു ആചാര്യ ബാഹു എന്ന് പറയില്ല, ഭയങ്കര ഇംഗ്ലീഷൊക്കെ ആയിരിക്കും. തമിഴൊക്കെ വരുന്നത് വളരെ കുറവാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ ഒന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സൗണ്ട് ഉയർത്തിയാൽ മതി, പിന്നെ സൂചി വീണാൽ കേൾക്കും ആ ഓഫീസ് നല്ലത് വലിയൊരു കമ്പനിയാണ്, ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് ഒക്കെ ഉള്ളൊരു കമ്പനിയാണ്. അപ്പം അവിടെയാണ്, അതിൻ്റെ ഓഫീസിലാണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വർക്കേഴ്സിന് അതൊന്നും കാണണ്ട, പേപ്പർ വർക്ക് മാത്രമാണ്. അപ്പോൾ എന്താണോ സാറ് പറയുന്നത് അത് ചെയ്യലാണ് എൻ്റെ പണി. കാരണം നമുക്ക് വേറെ ഒന്നും അറിയില്ല. പിന്നെ ഞാനാണെങ്കിൽ ചെറുതും. അപ്പം അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ ആ ഓഫീസിൽ നിന്ന് ഓർഡർ പോകേണ്ടതാണ്. അപ്പോൾ ഈ സാറ് ലീവായിട്ട് പുള്ളിയുടെ നാട്ടിലേക്ക് പോയി. നാട്ടിൽ പോയ സമയത്താണ് പെട്ടെന്ന് ഇത് പോകണം, അപ്പം അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കേണ്ടത്. അങ്ങനെ സ്വന്തമായിട്ട് ഞാൻ പറയുമ്പോൾ സാറ് പറഞ്ഞു തരുന്ന പ്രകാരം ഞാൻ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ സ്വന്തമായിട്ട് ഒരു ലിസ്റ്റൊക്കെ കിട്ടിയാൽ അത് ചെയ്യുന്ന രീതിക്ക് ഞാൻ വന്നിട്ടില്ല. കാരണം 1-2 മാസത്തോളം ആകുന്നേ ഉള്ളൂ ഞാൻ ആ ഓഫീസിൽ ജോലി ചെയ്തിട്ട്. പിന്നെ ഇപ്പോഴത്തെ പോലത്തെ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ടും അത്രയ്ക്കും സാമർത്ഥ്യം ഇല്ലാത്തതുകൊണ്ടും എല്ലാം ഇങ്ങനെ പതുക്കെ സ്ലോ ആണ്. അപ്പം അങ്ങനെയുള്ളിടത്ത് സാറ് ഫോണിൽ വിളിച്ചിട്ട് പറയണം, ഇന്നത് ഗുഡ്സ് പോകണം, അതെല്ലാം ഡോക്യുമെൻറ്റ്സ് എല്ലാം തയ്യാറാക്കി കൊടുക്കണം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. അപ്പം എനിക്കറിയില്ല, ഈ സാറ് പറയുന്നത് മാത്രമാണ് കേൾക്കുന്നത്. എനിക്ക് അതിനെപ്പറ്റി അറിയൂല. ഭയങ്കര പേടിയാണ് തന്നെ. സ്വന്തമായിട്ട് എണ്ണം പറഞ്ഞാൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആരോട് ചോദിക്കുന്നത്? ഇതിവിടെ വിട്ടു പോവുകയല്ലേ, ആരോട് ചോദിക്കുന്നത്? ഇനിയിപ്പോൾ തെറ്റിയെന്ന് പറഞ്ഞാൽ ഓണറിൻ്റെ വായിലിരിക്കുന്നത് എന്തെങ്കിലും കേൾക്കേണ്ടി വരില്ല. അവര് നമ്മളുടെ ശമ്പളം തന്ന് ഇരുത്തിയിട്ട് എല്ലാം തെറ്റിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? മനസ്സിൽ ആദ്യം പോയി ചിന്തയൊക്കെ അതൊക്കെയാണ്. എൻ്റെ ഈശ്വര, ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ആരോട് ചോദിക്കും? ഈ ഓഫീസിൽ വേറെ 1-2 പേരുണ്ടെങ്കിലും അവർ ഈ വർക്കല്ല ചെയ്യുന്നത്. ഇതെന്ത് ചോദിക്കും? എന്ത് ചോദിച്ചാലും അവർക്കറിയില്ല അത് പറഞ്ഞു തരാൻ. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ വേർത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ സാറ് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുന്ന. മുൻപ് ചെയ്തത്
എങ്ങനെയാണോ അതുപോലെയൊക്കെ നോക്കി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞതാകെ എമൗണ്ട് തെറ്റരുത്, ക്വാണ്ടിറ്റി തെറ്റരുത്, ബാക്കി അതിനകത്ത് എന്തെങ്കിലും ഡെസ്ക്രിപ്ഷൻ അടിക്കുന്നത് എന്ത് തെറ്റിയാലും ശരി ഞാൻ എൻ്റെ അത് മാനേജ് ചെയ്യും. പക്ഷെ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞത് തെറ്റരുത്, അത് വളരെ ശ്രദ്ധിക്കണം, അതുകൂടെ പറഞ്ഞിട്ടുണ്ട്. പോയോ, എൻ്റെ ഫ്യൂസ് പോയ പോലെ. അങ്ങനെ ഞാൻ കമ്പ്യൂട്ടറിൽ കയറിയിരുന്ന് പ്രീവിയസ് ചെയ്തതെല്ലാം നോക്കി. പക്ഷെ എന്നാലും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ വിളിച്ചു വഴിക്ക് മൗസ് വരുന്നില്ല, സിസ്റ്റം വരുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സൂപ്പർവൈസർ വന്നിട്ട് പറയുന്നുണ്ട്, ഡോക്യുമെൻറ്റ്സ് ആയോ, ഇപ്പോൾ ടൈം ആകണം, വണ്ടി പോകണം, ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വേണം എന്നൊക്കെ. അങ്ങനെ ഞാൻ കരഞ്ഞുകൊണ്ട്, സത്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാനത് മറക്കില്ല. കരഞ്ഞിട്ട് അത് ചെയ്തിട്ടും കിട്ടുന്നില്ല. എന്താണ് എനിക്ക് ചെയ്യേണ്ടതെന്നും അറിയുന്നില്ല. ഈ ക്വാണ്ടിറ്റിയും ഈ എമൗണ്ട് ഇതൊക്കെ തെറ്റരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. അവസാനം ഞാൻ സഹി കെട്ടും. പിന്നെ അവിടെ ഒരു മാനേജറുണ്ട്, ആ സാറോട് പറഞ്ഞിട്ട് സഹി കെട്ടിട്ടല്ല, സങ്കടം വന്നിട്ട്, അറിയില്ല ഇത് കൈ വിട്ടുപോയി കഴിഞ്ഞാൽ ഒന്ന് നാണക്കേട്. പിന്നെ ഇത്രയും അറിയാത്തതിനൊക്കെയാണോ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്, എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ പോയില്ലേ. അപ്പം അതൊക്കെ ഓർത്തിട്ട് സങ്കടം വന്നിട്ട്, അവരത് തമിഴും അറിയില്ല, എന്നാലും മലയാളത്തിൽ തന്നെ അരയും മുറിയും കാലും വാക്കുകളൊക്കെ തമിഴും വെച്ച് ഞാനിങ്ങനെ സാറോട്, മാനേജറോട് പറയുന്നത്, എനിക്ക് അതായത് എൻ്റെ ഒരു ഓഫീസറുണ്ടല്ലോ, ആ സാറിനൊന്ന് വിളിച്ചു തരാൻ, പേടിച്ചിട്ട് ഫോൺ നമ്പർ പോലും എനിക്ക് അറിയുന്നില്ല. അപ്പം ഞാൻ അത് പറഞ്ഞ് സാർ എന്നെ വിളിച്ചു തന്നു. എന്നിട്ട് ഞാൻ സാറോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഒന്നും കിട്ടുന്നില്ല ചെയ്യാൻ, പേടിച്ചിട്ടാണെങ്കിൽ എനിക്ക് വിറയ്ക്കുന്ന പോലെ, ഇങ്ങനെ കീബോർഡൊന്നും അറിയുന്നില്ല, എനിക്ക് അത്ര വിറയ്ക്കുന്നുണ്ട്, സംഭവം ഭയങ്കര പേടിയാണ്. അപ്പോൾ സാറ് പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ഒരു മെയിലിടാം, അത് നോക്കിയിട്ട് അതേപോലെ തന്നെ ചെയ്തിട്ട് അയച്ചാൽ മതി, ബാക്കിയെല്ലാം ഞാൻ നേരിട്ട് സംസാരിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് നോക്കിക്കോളാം, പക്ഷെ ഇപ്പോൾ ഈ ഡോക്യുമെൻ്റ് റെഡിയാക്കിയിരിക്കണം എന്ന് പറഞ്ഞു. അതിലൊരു വിട്ടുവീഴ്ചയില്ല, അത് ചെയ്യണം, പക്ഷെ ഞാൻ അതുപോലത്തെ ഒന്ന് ഞാൻ മെയിലിടാം, അത് നോക്കി ചെയ്യണം എന്ന് പറഞ്ഞു. ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ അത്രയും പേടിച്ചിട്ടാണ് ഞാനത് ചെയ്തു കൊടുത്തു. ഗുഡ്സ് എല്ലാം പോയി. പിന്നെയും ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ സാറ് വരുന്നത്. സാറ് വന്നു, സംസാരിച്ചു. ഞാൻ ആദ്യം ചോദിക്കുന്നത്, സാർ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ കുറേ തെറ്റുകളാണ് അതിലുള്ളത്, കുറേ തെറ്റ്. അതൊന്നും കുഴപ്പമില്ല, ഞാനത് മാനേജ് ചെയ്തു. പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് സാറ് പറഞ്ഞു തന്ന കുറേ സംഭവങ്ങളുണ്ട്. പേടി ഒരിക്കലും പാടില്ല. അത് നമ്മൾ ജോലി ചെയ്യുന്നിടത്താണെങ്കിലും ശരി, ആരോടെങ്കിലും സംസാരിക്കുന്നിടത്താണെങ്കിലും ശരി, ഇനിയിപ്പോൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ആ ഒരു പേടി, നമ്മൾ എന്താണോ മുന്നോട്ട് വെക്കുന്നത് അതൊരിക്കലും നമുക്ക് കിട്ടില്ല, സക്സസ് ആവില്ല. ആ പേടി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മുൻപോട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം അവിടെ ഒരു തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ തന്നെയും അതിനൊരു സൊല്യൂഷൻ, നമ്മൾ ആരെയും ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഇത് കൊലക്കുറ്റമൊന്നുമല്ലല്ലോ, നമുക്കൊരു അബദ്ധം പറ്റി, പക്ഷെ അത് ശരിയാക്കാൻ ഒരു ടൈം ഉണ്ടാകും, അല്ലെങ്കിൽ അതിൻ്റെതായ ആൾക്കാരുണ്ടാകും. അപ്പം അതുകൊണ്ട് പേടിച്ചിട്ടോ കരഞ്ഞിട്ടോ ചില സമയത്ത് ഒരു കാര്യമില്ല, ഒരു സിമ്പതിക്കും സഹതാപത്തിനൊന്നും ചിലയിടത്ത് പ്രസക്തി ഉണ്ടാവില്ല. അപ്പം സ്വന്തമായിട്ട് സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ട്, അവിടെ അത് ചിലപ്പോൾ മണ്ടത്തരമായിരിക്കാം, അറിഞ്ഞുകൊണ്ട് ആരും തെറ്റ് ചെയ്യില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും അത് കണ്ടെത്താനും ശ്രമിക്കണം, എന്നിട്ട് അത് ചെയ്യണം. അവിടെയും നമുക്കത് പറ്റുന്നില്ല ഉണ്ടെങ്കിൽ നാണക്കേടോ മാനക്കേടോ ഒന്നും ഓർക്കരുത്, അടുത്തുള്ളവരോട് ചോദിക്കണം. അവിടെ തെറ്റിയാലും കുഴപ്പമില്ല, ചോദിക്കണം. ചോദിച്ചിട്ട് മാക്സിമം ശരിയാക്കാൻ പറ്റുന്നത് ശരിയാക്കിയിട്ട് അത് ചെയ്തു വിടണം. എന്താണെന്ന് പറഞ്ഞാൽ ടൈമിന് സാധനങ്ങൾ പോകേണ്ടത് നമ്മൾ അയച്ചു തന്നെ ഇരിക്കണം, അതിലൊരു എക്സ്ക്യൂസും ഇല്ല. അതിനാണ് നമ്മളിവിടെ ശമ്പളം വാങ്ങിയിട്ടിരിക്കുന്നത്. സോ അത് ഒരാളില്ല എങ്കിൽ ആ ആളുടെ അഭാവത്തിലെങ്കിലും പോകേണ്ടത് പോകണം. ഒരാളില്ലെങ്കിലും ബിസിനസ്സാണ്, ജോലിയാണ്, ടൈമിന് ചെയ്യേണ്ടത് ചെയ്യണം. അപ്പം അത് പോയിരിക്കണം. അപ്പം അതുകൊണ്ട് ഇനി മേലിൽ ഈ എക്സ്ക്യൂസ് ഒന്നും ഉണ്ടാവില്ല, ചെയ്തിരിക്കണമെന്ന്. അതോടൊപ്പം എന്ത് തെറ്റ് വന്നാലും
ഒരിക്കൽ തെറ്റും, രണ്ടാം തവണ തെറ്റും, മൂന്നാം തവണ തെറ്റ് വരില്ല. ആ തെറ്റിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം നമ്മൾ ചീത്ത കേട്ടിട്ടോ അല്ലെങ്കിൽ അത് നമ്മളെ കൊണ്ട് തന്നെ ശരിയാക്കിപ്പിച്ചിട്ടോ അത് ശരിയാകുമായിരിക്കും. ആ ഒരു കോൺഫിഡൻ്റ് ആണ് വേണ്ടത്. ഇതിപ്പോൾ തെറ്റിയാലും അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ തെറ്റാതെ മാക്സിമം നോക്കുക. ഇനിയിപ്പോൾ അറിയാതെ തെറ്റ് വന്നാലും അത് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻ്റ് ആണ് വേണ്ടത്. അതേപോലെ ആരോട് സംസാരിക്കണമെങ്കിലും അയ്യോ അവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഒരിക്കലും മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് ആരെടുത്ത് സംസാരിക്കണമെങ്കിലും കണ്ണിൽ നോക്കി തന്നെ സംസാരിക്കണം. ഇവിടെ അല്ലെങ്കിലും ഇനി ഒരു ഇൻ്റർവ്യൂവിന് പോകുകയാണെങ്കിലും കണ്ണിൽ നോക്കി തന്നെ അത് സംസാരിക്കണം. ഒരിക്കലും പേടിക്കരുത്. പേടിച്ചാൽ ലൈഫിൽ ഒരിക്കലും സക്സസ് ആകില്ല. അങ്ങനെ ഞാൻ എൻ്റെ എന്താ പറയുക, എൻ്റെ ഫസ്റ്റ് ജോലിയിൽ എനിക്ക് കിട്ടിയ വലിയൊരു ഉപദേശമാണ് ആ സാറിൻ്റെ. അതേപോലെ ഞാൻ അന്ന് പേടിച്ചതിന് കയ്യും കണക്കും ഇല്ല എന്നൊക്കെ പറയും. അത്ര ഞാൻ കരഞ്ഞിട്ടുണ്ട്. ആരും ഇല്ലാത്തടത്ത് ആ ഒരു സാധനം ഒരുപാട് ജോലിക്കാരുടെ ഇടയിൽ അതൊന്ന് തെറ്റിയാലുള്ള നാണക്കേട് ഓർത്ത് ഓഫീസിൽ ജോലിയൊക്കെ ചെയ്യുന്നു. ചിലർ പറയുമല്ലോ, കളിയാക്കുമല്ലോ, അങ്ങനെ ഒരുങ്ങി വരുന്നു. മലയാളികൾ എന്ന് പറയുമ്പം മലയാളികൾ പ്രത്യേകിച്ച് അവർക്ക് എടുത്തറിയും. അവരിങ്ങനെ പറയും, കുളിച്ച് ഒരുങ്ങി വരും, ഒന്നും അറിയില്ല എന്നെങ്ങാനും പറഞ്ഞു പോയി കഴിഞ്ഞല്ലോ നാണക്കേടായില്ലേ. അങ്ങനെ ഈ നാണക്കേട് എന്നുള്ളത് മനസ്സിൽ വിചാരിച്ച് ഒരുപാട് വേർത്ത് സങ്കടപ്പെട്ട എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ജോലിക്ക് കയറി പഠിച്ചു കഴിഞ്ഞ് കമ്പ്യൂട്ടറും പഠിച്ച് ജോലിക്ക് കയറി ഒരു 2 മാസത്തിനകത്ത് ഉണ്ടായ ഒരു അനുഭവമാണ്. പക്ഷെ അതിനുശേഷമൊന്നും തെറ്റിയിട്ടില്ല. അതിനുശേഷം എനിക്ക് അതുപോലെ ഒറ്റപ്പെടേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നവരത്തേക്കും പിന്നെ ഈ സാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്നെ കൊണ്ട് തന്നെ തനിയെ ചെയ്യിപ്പിച്ചതുകൊണ്ട് ഞാൻ അതിലൊക്കെ സക്സസ് ആയി. അത് വേറെ കാര്യം. പക്ഷെ ആ ഒരു എന്താ പറയുക, ആ ഒരു കുറച്ച് സമയം, ആ ഒരു ദിവസം ഞാൻ അനുഭവിച്ചതിൻ്റെ ഇന്ന് ഓർക്കുമ്പം എനിക്ക് തോന്നും, ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ പിള്ളേരൊക്കെ എത്ര പെട്ടെന്നാണല്ലേ മൊബൈലിൽ ഓരോന്ന് ടൈപ്പ് ചെയ്യുന്നതും ചെയ്യുന്നതൊക്കെ. അന്ന് കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് വേർത്തത്, ഇത്രയും ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ടിട്ട് പോലും വേർത്ത് കുളിച്ചതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ ഷെയിമൊക്കെ തോന്നും. പക്ഷെ അതും ഒരു രസം. ലൈഫിൽ നമുക്ക് കുറേ എല്ലാം നല്ല വശങ്ങളൊന്നും ഉണ്ടാകല്ലോ. അപ്പം എൻ്റെ ആദ്യത്തെ ജോലിയിലും എനിക്ക് ഇതുപോലത്തെ എന്താ പറയുക, ഒരു അബദ്ധമാണോ എൻ്റെ അറിവില്ലായ്മയാണോ എന്ന് എനിക്കറിയില്ല. അപ്പം എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അറിയാതെ എന്നല്ല, സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാതെ അങ്ങനെ ഒരു അനുഭവമുണ്ട്. അപ്പം അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങൾക്ക് ഇതുപോലത്തെ അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്കറിയില്ല. അപ്പം എൻ്റെ കുറേ കാര്യങ്ങൾ ഇനി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അതിൽ കുറേ അബദ്ധങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ആദ്യത്തെ സ്റ്റോറി. അപ്പം നമുക്ക് അടുത്ത സ്റ്റോറിയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.